ഹോർമിസ് കടലിടുക്ക് 48 മണിക്കൂറിനകം തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളി ഇറാൻ. മേഖലയിലെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ തിരിച്ചടി ഉറപ്പാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ഉപ്പുജല പ്ലാന്റുകൾ ആക്രമിക്കുമെന്നും ഗൾഫിലെ കുടിവെള്ളം മുട്ടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമിസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ വിലക്ക് വലിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇസ്രായേലിലെ തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 175 കടന്നു. പകരം ചോദിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഒരു പോർ വിമാനം കൂടി വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു. MC നാസർ, ഒപ്പം ഷിനോജ് ഷംസുദ്ദീൻ, അഫ്താബ് റഹ്മാൻ സൗദി അറേബ്യയിൽ നിന്ന് 3 റിപ്പോർട്ടർമാർ ഈ തത്സമയം ചേരുകയാണ്. ആദ്യം MC നാസറിലേക്ക്. MC നോക്കൂ, ട്രംപിൻ്റെ ഭീഷണി ഒരു വശത്തുണ്ട്, പക്ഷേ അതൊന്നും ഇറാനെ സംബന്ധിച്ച് ഇറാൻ വകവെക്കുന്നില്ല. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ അതിനുള്ള മറുപടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആയിരിക്കും എന്നുള്ള ഇറാൻ്റെ നിലപാടാണ് കൂടുതൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇന്നിപ്പോൾ ഹോർമുസ് കടലിടുക്കിന് മീതെ അമേരിക്കയുടെ ഒരു പോർ വിമാനം വെടിവെച്ചിട്ടു എന്നുള്ളൊരു അവകാശവാദം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയാണെങ്കിൽ അത് നിഷേധിച്ചിട്ടുമില്ല. എന്താണ് നിലവിലെ സാഹചര്യം? കൂടുതൽ സങ്കീർണമാവുകയാണോ? അതല്ല, അതിനപ്പുറത്തേക്ക് ഇനിയും വെടിനിർത്തലിനുള്ള എവിടെയെങ്കിലും ഒരു നേരിയ പ്രതീക്ഷ, ഒരു സമാധാനത്തിനുള്ള പ്രതീക്ഷ നമ്മൾ കാണുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? മഹേഷ്, ഇന്നിപ്പോൾ 23-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലും സംഘർഷം യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. അത് കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങിയേക്കുമെന്നൊരു ആശങ്ക കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 24 മണിക്കൂർ നേരത്തെ അന്ത്യശാസനം ഇറാന് നൽകിയിരിക്കുന്നത്. അതിനു മുമ്പ് ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം പൂർണ്ണമായിട്ട് പിൻവലിക്കുകയും കപ്പലുകൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, തങ്ങൾ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിട്ടില്ല, നേരെ മറിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്ക് അതിലെ കടന്നു പോകാനുള്ളൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ വിലക്ക് അതേപടി തന്നെ തുടരും. പക്ഷേ പൂർണ്ണമായിട്ടും ഈ കപ്പൽ പാത അടച്ചിട്ടു എന്ന പ്രചാരണം ശരിയല്ല എന്ന അർത്ഥത്തിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇറാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ തങ്ങളുടെ വൈദ്യുത കേന്ദ്രങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയൽ രാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി നൽകിയിരിക്കുന്നത്. ആനുപാതികമായിട്ടുള്ള ആക്രമണം അതിശക്തമായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. എന്തായാലും അത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് ഈ 48 മണിക്കൂർ എന്നാൽ നാളെ രാത്രി കഴിഞ്ഞ് അമേരിക്ക നീങ്ങുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അങ്ങനെ വരികയാണെങ്കിൽ അത് മേഖലയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങളിലേക്ക്, സംഘർഷം വിപുലീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള പ്രതിസന്ധിയും സൃഷ്ടിക്കും. അത്തരമൊരു നീക്കത്തിലേക്ക് അമേരിക്ക കടക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പോലും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. പക്ഷേ ശക്തമായി തന്നെ തങ്ങളുടെ സൈനിക നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടും ഇന്നും ഇറാൻ നഗരങ്ങൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണം ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലാവട്ടെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മിസൈൽ വർഷം ഇറാൻ ഇന്നിപ്പോൾ രാത്രിയിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പേരുടെ പരിക്ക് ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെയും ട്രംപും നെതന്യാഹുവും വ്യക്തമാക്കിയിരുന്നത് ഇറാൻ്റെ മിസൈൽ ഉൾപ്പെടെയുള്ള അവരുടെ സൈനിക ശേഷി ഗണ്യമായിട്ട് കുറയ്ക്കാൻ പിന്നിട്ട് 22 ദിവസത്തെ ആക്രമണത്തിലൂടെ സാധിച്ചു എന്നാണ്. പക്ഷേ അതിന് മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള മിസൈലുകൾ അയച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക ശേഷി കുറഞ്ഞിട്ടില്ല എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി കപ്പൽ കപ്പാതയുടെ പേരിൽ ഒരു സംഘർഷം ഉടലെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മേഖലയിലെ രാജ്യങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിക്കും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന മേഖലയിലെ രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ മധ്യസ്ഥ നീക്കം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ അത് കുറെ കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തു നിന്നുള്ള കുറെ കൂടി ശക്തമായിട്ടുള്ളൊരു പിന്തുണ വേണം. പക്ഷേ ഇപ്പം ചൈനയും റഷ്യയും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഘർഷം ലഘൂകരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇറാന്
പിന്നെ പൂർണ്ണമായിട്ടും ഇറാൻ നേതാക്കൾ വകവരുത്തിയുള്ള ഇത്തരം നീക്കങ്ങൾ ശരിയല്ല. അതിന് എന്തായാലും ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഒരു പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഹോർമസ് കടലിടുക്കിൽ ഒരു അമേരിക്കയുടെ പോർവിമാനം തകർത്തതായിട്ടുള്ള ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടെങ്കിലും US സെൻട്രൽ കമാൻഡ് അത് നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. തങ്ങളുടെ എല്ലാ പോർവിമാനങ്ങളും സുരക്ഷിതമായി തന്നെ ആക്രമണം നടത്തി തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന ഒരു വിശദീകരണമാണ് US സെൻട്രൽ കമാൻഡ് നൽകുന്നത്. മഹേഷ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഹോർമസ് കടലിടുക്കിലെ കപ്പലുകളുടെ സഞ്ചാരം അതിപ്പോൾ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ ആ വഴിക്ക് വിടില്ല എന്ന് ഇറാൻ സ്വാഭാവികമായും വ്യക്തമാക്കിയിട്ട് അതിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളുടെ സൗഹൃദ പട്ടികയിലുള്ള രാജ്യങ്ങളുടെ പതാകകൾ വഹിച്ചിരിക്കുന്ന കപ്പലുകളുണ്ട്. ആ കപ്പലുകളെ ഹോർമസ് കടലിടുക്ക് വഴി പുറത്തേക്ക് വിടുന്നുണ്ടോ? മഹേഷ്, തീർച്ചയായിട്ടും പിന്നീട് ദിവസങ്ങളൊക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾ സ്വതന്ത്രമായി തന്നെ ആ മേഖലയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. കാരണം ഓരോ കപ്പലുകൾക്കും അതിനനുസരിച്ചിട്ടുള്ള അനുമതി വാങ്ങിയിട്ട് മാത്രം കടത്തിവിടുന്ന രീതിയാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം തങ്ങളുടെ അതിർത്തി, തങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിന്നെ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഒരിക്കലും അനുമതി നൽകാൻ സാധിക്കുകയില്ല എന്ന കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, MC നാസറാണ് വിവരങ്ങൾ നൽകുന്നത്.